ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മള് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തായിരുന്നു, ഏത് സെക്ഷൻ ആയിരുന്നു, ഏതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ടു സൈഡ്സും ഇൻക്ലൂഡ് ആംഗിൾസ് അല്ലെ. ഒരു ട്രയാങ്കിളിന്റെ ടു സൈഡ്സും ഇൻക്ലൂഡ് ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിന്റെ ടു സൈഡ്സിനും ഇൻക്ലൂഡ് ആംഗിൾസിനും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഇന്നും അതിന്റെ തുടർച്ചയായിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 16 പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ്, ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നതാണ്, ഇൻ ദ ഫിഗർ ബിലോ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ എ ബി, കമ്പ്യൂട്ട് അതർ ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ മറ്റു രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കി, ഞാൻ ആദ്യം ഫിഗർ ഒന്ന് വരയ്ക്കാം. ഇതാണ് ഫിഗർ തന്നിരിക്കുന്നത്. ഇവിടെ എ ബി സി, ദിസ് വൺ എം, ആംഗിൾ 50 ഡിഗ്രി. ഓക്കെ, ഇത്രയാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ലാർജ് ട്രയാങ്കിൾ എ ബി സിക്കകത്ത് എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ നോക്കിയേ. ഇതിനകത്ത് വേറെ ഫർദർ ഒന്നുമില്ല. ഓക്കെ, അവര് പറഞ്ഞേക്കുന്ന ആദ്യം ഗിവൺ ദാറ്റ് എം ഈസ് ദ മിഡ് പോയിന്റ്, ആംഗിൾ എ തന്നിട്ടുണ്ട്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി അല്ലെ. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എം എ ബിയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ, എം മിഡ് പോയിന്റ് എന്ന് പറയണമെങ്കിൽ എ തൊട്ട് എം വരെ ഡിസ്റ്റൻസും ബി തൊട്ട് എം വരെ ഡിസ്റ്റൻസും ഒക്കെ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്തെഴുതാം, therefore അതുകൊണ്ട് എ എം ഈക്വൽ ടു ബി എം എന്നെഴുതിക്കൂടെ, എ എം ഈക്വൽ ടു ബി എം എഴുതാം. പിന്നെന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, ഇവിടെ ഈ 90 ഡിഗ്രി എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ, സി എം എ ബിക്ക് പെർപെൻഡിക്കുലർ അല്ലേ. അപ്പൊ സി എം പെർപെൻഡിക്കുലർ ടു എ ബി. സി എം എന്തിന് പെർപെൻഡിക്കുലർ, എ ബിക്ക് പെർപെൻഡിക്കുലർ. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, ആംഗിൾ എ എം സി ഈക്വൽ ടു ആംഗിൾ ബി എം സി ഈക്വൽ ടു 90 ഡിഗ്രി. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി തന്നിട്ടുണ്ട്, ലീനിയർ പെയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിൾ 90 ഡിഗ്രി തന്നെ. അത് നിങ്ങളുടെ ഇഷ്ടം, രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് 90 ഡിഗ്രി കിട്ടും. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് ഫിഗറിനകത്തുനിന്ന് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാർജർ ആംഗിൾ എ ബി സിയിലെ ആംഗിൾസ് ആണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആ ചെറിയ രണ്ട് ട്രയാംഗിൾസ് നോക്കുന്നു. ആ ചെറിയ രണ്ട് ലാർജർ ട്രയാംഗിൾ എ ബി സിയിലെ ആംഗിൾസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ആ ചെറിയ രണ്ട് ട്രയാംഗിൾ ചൂസ് ചെയ്യുന്നത് ഏതൊക്കെയാ, കൺസിഡർ ട്രയാംഗിൾ എ എം സി ആൻഡ് ട്രയാംഗിൾ ബി എം സി. എ എം സിയും ബി എം സിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചൂസ് ചെയ്യുന്നു. അപ്പൊ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കിയേ, നമുക്ക് എന്തൊക്കെ എഴുതാം, എ എം ഈക്വൽ ടു ബി എം എഴുതിക്കൂടെ, നമ്മൾ ഓൾറെഡി എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്. അതേപോലെ ഈ സി എം എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിളിനെയും കോമൺ സൈഡ് അല്ലേ. അപ്പൊ സി എം ഈക്വൽ ടു സി എം എന്താണ്, കോമൺ സൈഡ് ആണ്. ഓക്കെ ആണല്ലോ, കോമൺ സൈഡ് ആണ്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കിയേ, ഈ എ എമ്മിന്റെയും സി എമ്മിന്റെയും കൂടി ഇൻക്ലൂഡ് ആംഗിൾ ഇവിടെ 90 ഡിഗ്രി ആണ്, ഇവിടെ ബി എമ്മിന്റെയും സി എമ്മിന്റെയും ഇൻക്ലൂഡ് ആംഗിൾ 90 ഡിഗ്രി. അത് ഏതൊക്കെയായിരുന്നു ആംഗിൾസ്, എ എം സിയും ബി എം സി അല്ലയോ. ആംഗിൾ എ എം സി ഈക്വൽ ടു ആംഗിൾ ബി എം സി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പൊ ടു സൈഡ്സ്, ഫസ്റ്റ് ട്രയാംഗിളിലെ ടു സൈഡ്സ് അതിന്റെ ഇൻക്ലൂഡ് ആംഗിൾ, സെക്കൻഡിലെ ടു സൈഡ്സിനും ഇൻക്ലൂഡ് ആംഗിളിനും എന്തായി, ഈക്വൽ ആയി. അപ്പൊ ട്രയാംഗിൾ എന്താകും, ഈക്വൽ ആവും അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ആകും. therefore ട്രയാംഗിൾ എ എം സി കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ ബി എം സി. വരുന്ന ട്രയാംഗിൾസ് എന്താ, കോൺഗ്രുവന്റ് അല്ലെങ്കിൽ ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ അത് എല്ലാ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആവണ്ടേ. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ സി എം രണ്ടിടത്തും സി എം തന്നെയാണ്. അപ്പൊ സി എമ്മിന് ഓപ്പോസിറ്റ് ഫസ്റ്റ് ആംഗിൾ എ ആണ്, സി എമ്മിന് ഓപ്പോസിറ്റ് സെക്കൻഡ് ട്രയാംഗിളിലെ ആംഗിൾസ് ഏതാ, ബി അല്ലയോ. അപ്പൊ നമുക്ക് എന്തെഴുതാം, therefore ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു 50 ഡിഗ്രി.
പിടികിട്ടുന്നുണ്ടോ? അപ്പം ആംഗിൾ എയും ആംഗിൾ ബിയും അപ്പൊ എന്തായാൻ പറ്റത്തുള്ളൂ? ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. കാര്യം ഈക്വൽ ട്രയാംഗിൾസിലെ ഈക്വൽ ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ബിയും. ഓക്കെ, ഇത് നമ്മുടെ വലിയ ട്രയാംഗിളിനും ഉണ്ട്, അതുകൊണ്ടാണ് അത് രണ്ടൊന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ആംഗിൾസിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അതില്ലാതെ തന്നെ കണ്ടുപിടിക്കാം. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് കിട്ടി. പക്ഷെ ഇതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അല്ല, നമുക്ക് ആ ലാർജർ ട്രയാംഗിൾ എ ബി സിയുടെ ആംഗിൾസ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ട്രയാംഗിൾ നോക്കുന്നു. അപ്പം ഇൻ ട്രയാംഗിൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിളിനകത്ത് നമുക്കറിയാം ആംഗിൾ എ എത്രയാണ്? 50 ഡിഗ്രി. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു ആംഗിൾ ബിയും എത്ര തന്നെയാണ്? 50 ഡിഗ്രി ആണ്. ആംഗിൾ ബി ഈക്വൽ ടു 50 ഡിഗ്രി ഓൾസോ. ദെൻ ആംഗിൾ സി, ഒരു ട്രയാംഗിളിലെ രണ്ട് ആംഗിൾസ് അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ സം എടുത്തിട്ട് 180 സബ്ട്രാക്ട് ചെയ്താൽ മതി. 180 മൈനസ് 50 പ്ലസ് 50. 180 മൈനസ് 50 പ്ലസ് 50, ദാറ്റ് ഈസ് 180 മൈനസ് 100 ഈക്വൽ ടു 80 ഡിഗ്രി. ആംഗിൾ സിയുടെ വാല്യൂ എത്ര കിട്ടും? 80 ഡിഗ്രി. എന്ന് വെച്ചാൽ ആ ലാർജർ ട്രയാംഗിൾ എ ബി സിയിലെ ആംഗിൾസ് ഏതാ? 50 ഡിഗ്രി, 50 ഡിഗ്രി, 80 ഡിഗ്രി. ഇത് കിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ആയത് ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെയും ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആദ്യം ആ ഫിഗർ ഒന്ന് വരയ്ക്കുന്നു. നിങ്ങൾ ആ ടൈമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് റീഡ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ ഫിഗർ വരയ്ക്കാൻ പോണം. ഓക്കെ, ഇവിടെ ആംഗിൾ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെ ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് 6 സെന്റിമീറ്റർ. എന്തായിരുന്നു പേര്? എ ബി സി ഡി ആൻഡ് എം. എ ടു ബി ലെങ്ത് 12 സെന്റിമീറ്റർ. ഇത്രയാണ് നമ്മുടെ ഫിഗറിനകത്തെ ഡേറ്റ. ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഫിഗർ ബിലോ the line AB and CD are parallel. അവർ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എ ബിയും സി ഡിയും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? എ ബി പാരലൽ ടു സി ഡി തന്നിട്ടുണ്ട്. പിന്നെന്താ? എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഇത്രയും കണ്ടീഷൻസ് ആണ്. പിന്നെ കുറച്ച് ഡേറ്റാസ് ഉണ്ട്. എ ബിയുടെ ലെങ്ത് 12 സെന്റിമീറ്റർ, സി ഡി 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഈ ആംഗിൾ 40 ഡിഗ്രി എന്നും ആംഗിൾ ബി 60 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഇത്രയും ഡേറ്റ ഫിഗറിനകത്ത് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്: compute angles of triangle AMD, MBC and DCM. AMB, MBC and DCM. That is these three triangles. ഈ മൂന്ന് ട്രയാംഗിളിലെയും ആംഗിൾസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് മുൻപായിട്ട് നോക്കിയേ, നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആണോ? അറിയാം. സി ഡി ഈക്വൽ ടു എ ബി ഈക്വൽ ടു 12 സെന്റിമീറ്റർ. അതുപോലെ സി ഡി ഈക്വൽ ടു 6 സെന്റിമീറ്റർ. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി അല്ലെ? എ ബിയുടെ മിഡ് പോയിന്റ് അല്ലേ എം? എ ബിയുടെ മിഡ് പോയിന്റ് ആണ് എം എങ്കിൽ എ എമ്മിന്റെ ലെങ്തും ബി എമ്മിന്റെ ലെങ്തും അപ്പൊ ഈക്വൽ ആവണ്ടേ? അത് ഈ ടോട്ടൽ ലെങ്തിന്റെ പകുതി ആവണ്ടേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ എം ഈക്വൽ ടു ബി എം ഈക്വൽ ടു 12/2 വിച്ച് ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ എന്ന് നോക്കുകയാണെങ്കിൽ എ എമ്മും ബി എമ്മും സി ഡിയും എത്രയാണ്? മൂന്നും ഈക്വൽ ആണ്. മൂന്നും 6 സെന്റിമീറ്റർ വീതമാണ്. ഓക്കെ ആണല്ലോ? അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ആദ്യം ഈ രണ്ട് ട്രയാംഗിൾ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഏതൊക്കെയാ? എ എം ഡിയും അവർ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? എ എം ഡി എന്നും എം ബി സി എന്നുമാണ് അല്ലെ? അപ്പം പിന്നെ അതുപോലെ ഡി സി എം. അപ്പൊ ഞാൻ കൺസിഡർ എ triangle AMD, triangle DCM.
എം അല്ലെ, എ എം ഡിയും ഡി സി എം എന്നൊരു ട്രയാങ്കിൾ ആ പറഞ്ഞ പേരിൽ തന്നെ എടുത്തു. അതായത് ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മള് അവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എ ബി പാരലൽ ടു സി ഡി ഉണ്ട്. അതുകൂടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻ ആണ്. നമുക്ക് എഴുതാം എ എം ഈക്വൽ ടു സി ഡി എന്ന് എഴുതിക്കൂടെ. കാര്യം എ എമ്മിന്റെ ലെങ്ത് 6 ആണ്, സി ഡിയും എത്ര തന്നെയാണ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ആണ് ഇത് രണ്ടുമാണേ. ഇവിടുത്തെ എ എം ഇവിടുത്തെ സി ഡിക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. ഓക്കെ ആണോ? ഇനി രണ്ടിലും കോമൺ ആയിട്ടുള്ള രണ്ട് ഈക്വൽ ടു 6 സെന്റിമീറ്റർ എന്ന് എഴുതാം. അതേപോലെ ഡി എം ഓർ എം ഡി രണ്ടിടത്തും കോമൺ അല്ലേ. ഡി എം ഈക്വൽ ടു ഡി എം എന്താണ്, കോമൺ സൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈക്വൽ ടു എന്ന് എഴുതിയത് അല്ലെ. ഇനി നോക്കിയേ, ഇവിടുത്തെ എ എമ്മിനും ഡി എമ്മിന്റെയും ഇൻക്ലൂഡ് ആംഗിൾ ഇതാണ്. ഇവിടുത്തെ സി ഡിയുടെയും ഡി എമ്മിന്റെ ഇൻക്ലൂഡ് ആംഗിൾ ഇതാണ്. ഇതും കൂടെ ഈക്വൽ ആണെങ്കിൽ, ടു സൈഡ്സും ഇൻക്ലൂഡ് ആംഗിളോട് ഈക്വൽ ആണെങ്കിൽ ട്രയാംഗിൾസ് ഈക്വൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉണ്ട്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താ, രണ്ട് ലൈൻസ്, അതിനെ ഒരു ലൈൻ കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് പാരലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെയും ഇവിടെയും ഉണ്ടാകുന്ന ആംഗിൾസ് ഏത് ടൈപ്പ് ആംഗിൾസാ? അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ബിയും സി ഡിയും പാരലാണ്. അപ്പൊ ഇത് രണ്ടും എന്തൊരു ആംഗിൾസാ? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പൊ അതെടുത്ത് എഴുതാം. ആംഗിൾ എ എം ഡി ഈക്വൽ ടു ആംഗിൾ സി ഡി എം. ആംഗിൾ എ എം ഡിയും ആംഗിൾ സി ഡി എമ്മും അപ്പൊ ഈക്വൽ ആണ്. റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളായി. അപ്പൊ ടു സൈഡ്സ് ഇൻക്ലൂഡ് ആംഗിൾ, ഇവിടുത്തെ ടു സൈഡ്സ് ഇൻക്ലൂഡ് ആംഗിൾസിന് ഈക്വൽ ആയി. അപ്പൊ ട്രയാംഗിൾ എന്തോ ആകും? ഈക്വൽ ട്രയാംഗിൾസ് ആവും, കോൺഗ്രുവന്റ് ട്രയാംഗിൾസ് ആവും. therefore ട്രയാംഗിൾ എ എം ഡി കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ ഡി സി എം. ഓക്കെ ആണല്ലോ. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് അടുത്ത രണ്ട് ട്രയാംഗിൾ. കൺസിഡർ ട്രയാംഗിൾ ഡി സി എം, ട്രയാംഗിൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതായിരുന്നു? എം ബി സി. ആ പേരിൽ തന്നെ അങ്ങ് എഴുതാം, എം ബി സി. ഓക്കെ ആണല്ലോ. എം ബി സി. അപ്പൊ എം ബി സി എന്ന് പറയുന്ന ട്രയാംഗിളും ഡി സി എം എന്ന് പറയുന്ന ട്രയാംഗിളും ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ, ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാംഗിൾ ഏതൊക്കെയാ? ഇതും ഇതുമാണ് കേട്ടോ, ഡി സി എമ്മും എം ബി സിയും. ഡി സി എമ്മിനകത്തെ സി ഡിയും എം ബി സിക്കകത്തെ ബി എമ്മും. ബി എമ്മിന്റെ വാല്യൂം 6 ആണ്, സി ഡിയും എത്ര തന്നെയാണ്? 6. അപ്പൊ സി ഡി ഈക്വൽ ടു ബി എം ഈക്വൽ ടു 6 സെന്റിമീറ്റർ. നേരത്തെ നമ്മൾ ചെയ്ത അതേ കൺസെപ്റ്റ്. ഇത് രണ്ടും നമുക്ക് ഈക്വൽ ട്രയാംഗിൾ അതിപ്പോ തെളിയിക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെന്താ പറയുന്നത്? അതേപോലെ അവിടെ സി എം, ഇവിടെ ഡി എം ആയിരുന്നു കോമൺ എങ്കിൽ അവിടെ സി എം ആണ്. സി എം ഈക്വൽ ടു സി എം എന്താണ്? കോമൺ സൈഡ് ആണ് അല്ലെ. സി എം കോമൺ സൈഡ് ആണ്. പിന്നെന്താ പറയാൻ പറ്റുന്നത്? ഇവിടുത്തെ സി ഡിക്കും സി എമ്മിനും കോമൺ ആംഗിൾ ഇത്, സോറി ഇൻക്ലൂഡ് ആംഗിൾ ഇത്. എം ബിക്കും സി എമ്മിന്റെയും കോമൺ ആംഗിൾ ഇൻക്ലൂഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇത് രണ്ടും എന്ത് തന്നെ? വീണ്ടും പാരലൈൻസിനിടയ്ക്കുള്ള ഓൾട്ടർനേറ്റ് പൊസിഷനിൽ വരുന്ന ആംഗിൾസ് ആണ് ഇത് രണ്ടും. അപ്പം വീണ്ടും അത് പാരലൈൻസിനിടയ്ക്ക് ആയതുകൊണ്ട് എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പം ആംഗിൾ ഏതൊക്കെയാണ്? അത് ഞാൻ ഈ ട്രയാംഗിളാ പറഞ്ഞതുകൊണ്ട് അത് തന്നെ പറയുന്നു. ആംഗിൾ ഡി സി എം ഈക്വൽ ടു ഇവിടെ ആംഗിൾ എം ബി സി. എം ബി സി അല്ല, ബി എം സി. ആംഗിൾ ബി എം സിയും അതുപോലെ ആംഗിൾ ഡി സി എം. ഓക്കെ ആണല്ലോ. ഈ രണ്ട് ആംഗിൾസും എന്തായി? ഈക്വൽ ആയി. ഇവിടെ ആണെങ്കിലോ കറക്റ്റ് അല്ലായിരുന്നോ? ആംഗിൾ എ എം ഡിയും ആംഗിൾ സി ഡിയും. ഓക്കെ. അപ്പൊ ഡി സി എമ്മും ആംഗിൾ ബി എം സിയും ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം therefore ട്രയാംഗിൾ ഡി സി എം കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ എം ബി സി. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇതിനെ 1 എന്നും വിളിക്കുന്നു, ഇതിനെ 2 എന്നും വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. നിങ്ങൾ ആ 1ഉം 2ഉം കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. 1 പറയുന്നത് എ എം ഡി എന്ന് പറയുന്ന ട്രയാംഗിൾ ഡി സി എമ്മിന് ഈക്വൽ ആണ്. 2 പറയുന്നത് ഡി സി എം എന്ന് പറയുന്ന ട്രയാംഗിൾ എം ബി സിക്ക് ഈക്വൽ ആണ്. അപ്പൊ നോക്കിയേ, എ എം ഡി ഡി സി എം ഈക്വൽ ആണ്. ആ ഡി സി എം എന്തിന് ഈക്വൽ ആയി?
എം ബി സിക്ക് ഈക്വലായി. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് പറയാൻ എന്തായിരിക്കും അവസ്ഥ? എ എം ഡിയും ഡി സി എമ്മും എം ബി സിയും ഈ 3 ട്രയാങ്കിൾസും പരസ്പരം അപ്പൊ എന്തായിട്ട് വന്നു? ഈക്വൽ ആയിട്ട് വന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രം ഇക്വേഷൻ 1 and 2 അല്ലെങ്കിൽ ഫ്രം 1 and 2 ഇക്വേഷൻ അല്ലത് വി ഗെറ്റ് നമുക്ക് എന്ത് എഴുതാം? 1 and 2 നോക്കുമ്പോൾ ഈ 3 ട്രയാങ്കിൾസ് ഏതൊക്കെയാ? ട്രയാങ്കിൾ എ എം ഡി ഈക്വൽ ടു അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ സി ഡി എം കോൺഗ്രുവന്റ് ടു സി ഡി എം ഓർ ഡി എം സി അല്ലെ? ഡി എം സി എന്നല്ല എഴുതിയേക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതിയേക്കാം. ട്രയാങ്കിൾ ഡി എം സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എം ബി സി. ഓക്കെ. അപ്പൊ ഈ 2 ട്രയാങ്കിൾ അപ്പൊ ഈ 3 ട്രയാങ്കിൾസ് അപ്പൊ എന്താന്ന് കിട്ടി? ഈക്വൽ ആണ്. 3 ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ ആദ്യത്തെ ട്രയാങ്കിളിന്റെ സൈഡ്സിനും ആംഗിൾസിനും ഈക്വൽ ആയിട്ട് സെക്കൻഡ് ട്രയാങ്കിളും തേർഡ് ട്രയാങ്കിളും അപ്പൊ എന്ത് ചെയ്യണം? സൈഡ്സും ആംഗിൾസും കാണും. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് ഇക്വാലിറ്റി ഒന്ന് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് എഴുതാം. അപ്പൊ നോക്കിയേ. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതല്ലേ 6. അപ്പം ഈ 6ന് ഓപ്പോസിറ്റ് ഫസ്റ്റ് ട്രയാങ്കിൾ ഇവിടെ 6 ഇതാണ്, ഇവിടുത്തെ 6 ആണ്. അപ്പൊ 6ന് ഓപ്പോസിറ്റ് ഫസ്റ്റ് ട്രയാങ്കിളുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് ട്രയാങ്കിൾ ആംഗിൾ ഇതാണ്. തേർഡിൽ ഓപ്പോസിറ്റ് 6 ട്രയാങ്കിൾ ആംഗിൾസ് ഞാൻ ബാക്കിയെല്ലാം തൽക്കാലം ഒന്ന് മാറ്റി നിർത്തുന്നു. അപ്പൊ 6ന് ഓപ്പോസിറ്റ് ഉള്ള ഓരോ ആംഗിൾ അപ്പൊ ഇത് 3 എണ്ണമാണ് എങ്കിൽ അപ്പൊ 6ന് ഓപ്പോസിറ്റ് ഫസ്റ്റ് ട്രയാങ്കിളിലെ ആംഗിൾ മാർക്ക് ചെയ്തു, സെക്കൻഡ് ട്രയാങ്കിളിലെ ആംഗിൾ ഇത്, തേർഡിലെ ആംഗിൾ ഇത്. അപ്പൊ ഈ 3 ട്രയാങ്കിളിലെ ഈ 3 ആംഗിൾ ഈക്വൽ ആണ്. ഇനി നോക്കിയേ, പിന്നെ ഏതാ പറഞ്ഞേക്കുന്നേ? പിന്നെ പറയുകയാണെങ്കിൽ ആംഗിൾസിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി 60 ആണ്. അപ്പോ ഇതെന്താണ് വേറെയാണ്. അപ്പം നോക്കിയേ, ഈ 40യുടെ പൊസിഷനിൽ വരുന്ന ഏതായിരിക്കും ഇനിയിപ്പോ ആംഗിൾ വരുന്നത് നോക്കുവാണെങ്കിൽ ഏതെഴുതാം? അതിപ്പോ നമുക്ക് സൈഡിന്റെ ഇക്വാലിറ്റിക്ക് വെച്ചിട്ട് അതാണ് ഇത് രണ്ടും കോമൺ സൈഡ് അല്ലായിരുന്നു പറഞ്ഞേ. ഡി എം ഈ 2 ട്രയാങ്കിളിന് കോമൺ ആണ്. അപ്പൊ ഡി എമ്മിന് ഓപ്പോസിറ്റ് ഫസ്റ്റ് ട്രയാങ്കിൾ ഇവിടെ 40 വരുവാണെങ്കിൽ അപ്പൊ ദാണ്ട് ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ 2 എണ്ണം വെച്ച് മാർക്ക് ചെയ്യാണ്. ഇവിടെ 40 ആണെങ്കിൽ ദാണ്ട് ഇവിടെയും 40 വരും. ഓക്കെ ആണല്ലോ. ഡി എം ആണ് കോമൺ സൈഡ്. ഈ 2 ട്രയാങ്കിൾ മാത്രം നോക്കുവാണ്. ഈ 2 ട്രയാങ്കിൾ മാത്രം നോക്കുവാണെങ്കിൽ ഡി എം കോമൺ ആണ്. ആ ഡി എമ്മിന് കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഇവിടെ 40 വരുന്നു. അപ്പൊ ഇവിടെയും അതേ ആംഗിൾസ്, ഈ 2 ആംഗിൾസ് ആണ് ഈക്വൽ. ഇത് സെക്കൻഡ് ട്രയാങ്കിളിലെ കണ്ടീഷൻ ആണെങ്കിൽ കോമൺ വരുന്ന ഇതായിരുന്നു. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആണ് ഇവിടെ 60 വരുന്നു. അപ്പൊ ഇവിടെ അത് തേർഡ് ആംഗിൾ ആയിട്ടാണ്. അപ്പൊ ഇവിടുത്തെ തേർഡ് ആംഗിൾ ഇവിടുത്തെ തേർഡ് ആംഗിൾ ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ പിന്നെ ബാക്കിയുള്ള ഏതാ? സെക്കൻഡ് ആംഗിൾ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതും. ഇവിടുത്തെ തേർഡ് ആംഗിൾ ആയിട്ട് വരുന്നത് ഇതുമാണ്. ഓക്കെ ആണല്ലോ. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവോ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ 3 ട്രയാങ്കിൾസിലെ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുമ്പോൾ 3 കൂടെ ഒരുമിച്ച് എഴുതുകയാണ്. ഫസ്റ്റ് ട്രയാങ്കിളിലെ ആംഗിൾ എ അല്ലെ? ഫസ്റ്റ് ട്രയാങ്കിളിലെ ആംഗിൾ എ എന്ന് പറയുന്നത് 3 ആംഗിൾസ് എഴുതാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആംഗിൾ എ അല്ലെങ്കിൽ കൃത്യമായിട്ട് എഴുതാം ആംഗിൾ എം എ ഡി. ആംഗിൾ എം എ ഡി ഏതിനാ ഈക്വൽ ആയിട്ട് വരുന്നത്? 2 എണ്ണം വരുന്ന ഏതാ? ഡി സി എം അല്ലയോ? ആംഗിൾ ഡി സി എം ഈക്വൽ ടു ഇവിടെയാണെങ്കിലോ ആംഗിൾ ബി എം സി. ബി എം സി ഈക്വൽ ടു എത്രയാണ്? അതിൽ ഒരെണ്ണം നമുക്കറിയാം ഏതാ? ഇതറിയാം 40. അപ്പൊ ബാക്കി രണ്ടും അപ്പൊ എത്ര തന്നെയായിരിക്കും? 40 തന്നെ ആയിരിക്കും. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ. അടുത്ത് നോക്കിയേ. ഇനി നമുക്ക് വന്നേക്കുന്ന ഈ തേർഡ് വരുന്ന ഈ ആംഗിൾ. അപ്പൊ നമുക്ക് ഇത് നോക്കാം. ആംഗിൾ എ എം ഡി ഫസ്റ്റ് ട്രയാംഗിളിലെ എ എം ഡി അതിന് ഈക്വൽ ആയിട്ട് വരുന്ന ഏതാ? ഇവിടെ സി ഡി എം അല്ലയോ? ഈക്വൽ ടു ആംഗിൾ സി ഡി എം ഈക്വൽ ടു ഇവിടെയാണെങ്കിലോ ആംഗിൾ സി എം ബി അല്ലെ? അപ്പൊ ഇവിടുത്തെ എ എം ഡി ഇവിടുത്തെ സി ഡി എം ഇതൊന്നും ആലോചിച്ച് നോക്കി. ഇത് 2 ഓൾട്ടർനേറ്റ് ആംഗിൾസ് പൊസിഷനിൽ വെച്ച് നോക്കിയാലും ഈക്വൽ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? സി ഡി എം. പിന്നെ ഏതാ പറഞ്ഞേക്കുന്നേ? അപ്പൊ നമ്മള് മൂന്നാമത്തെ ആംഗിൾ ഏതാ? സി എം ബി. സി എം ബി അല്ലല്ലോ നമ്മൾ എഴുതിയേക്കുന്നത്. എ എം ഡി. എ എം ഡി എന്ന് പറയുന്ന ആംഗിള് ഇവിടെ ആണെങ്കിലോ സി ഡി എം. ഇവിടെ വ്യത്യാസമുണ്ട്. സി ഡി എം വരുമ്പോ തേർഡിൽ വരുന്നത് ഇതേതാ? ആംഗിൾ സി ബി എം. സി ബി എം ഈക്വൽ ടു അതിലൊരെണ്ണം നമുക്കറിയാം. സി ബി എം അറിയാം എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോ ബാക്കി 2 ആംഗിൾസും എത്ര തന്നെ വരും? 60 ഡിഗ്രി വരും. പിന്നുള്ള തേർഡ് ആംഗിൾ ഏതാ? ഇവിടെ എ ഡി എം. ആംഗിൾ എ ഡി എം ഈക്വൽ ടു ഇവിടെയാണെങ്കിലോ ആംഗിൾ സി എം ഡി ഈക്വൽ ടു ഇവിടെയാണെങ്കിൽ ആംഗിൾ ബി സി എം.
BCM ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുന്നത് ആ ആംഗിള് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി രണ്ട് ആംഗിൾ അറിയാം. രണ്ട് ആംഗിൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 180 മൈനസ് 40 പ്ലസ് 60 ഈക്വൽ ടു 180 മൈനസ് 100 വിച്ച് ഇസ് ഈക്വൽ ടു 80 എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞിരിക്കുന്ന ആംഗിളിന്റെ മെഷർമെന്റ് അപ്പൊ എത്ര കിട്ടും? 80 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ ഇത് നിങ്ങൾക്ക് ഇത് നമ്മുടെ സ്റ്റെപ്പ് എഴുതി ചെയ്തത് ഞാൻ വേണമെങ്കിൽ ഈ സെക്ഷനിൽ ഇപ്പൊ ഒരേ നമ്മൾ മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഞാൻ ആ ഫിഗർ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നോക്കിയേ, ഈ മിഡിൽ ട്രയാങ്കിൾ ആംഗിൾസ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ നോക്കിയേ ഏതൊക്കെയാണല്ലോ? ഈ ആംഗിൾ 14 തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കോമൺ സൈഡ്. അപ്പം ഇതാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ഇവിടെ 40 ആണെങ്കിൽ താണ്ട് ഇവിടെയും എന്ത് വരും? 40 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ? ഇവിടെ നമുക്ക് അതേ എഴുതാൻ പറ്റത്തുള്ളൂ. അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കോമൺ സൈഡ് വരുമ്പോൾ ഈ ആംഗിൾ എത്രയാ? ഇത് 60 ആണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ആംഗിൾ 60 വരും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് അത് എഴുതാം. ഇനി നോക്കിയേ, ഈ ട്രയാംഗിൾ നോക്കുകയാണെങ്കിൽ ഒരെണ്ണം 40 ഒരെണ്ണം 60 കിട്ടി. അപ്പൊ തേർഡ് ആംഗിള് 180 മൈനസ് 40 പ്ലസ് 60 ദാറ്റ് ഈസ് ഇത് 80 വരും. ഓക്കെ ആണല്ലോ? ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഈക്വൽ സൈഡ്സ് നോക്കാം. ഇവിടെ 6 ഓപ്പോസിറ്റ് 80. അപ്പൊ ഇവിടെ 6 ഓപ്പോസിറ്റും എത്ര തന്നെ വരും? 80 വരും. പിന്നെ തേർഡ് ആംഗിൾ കണ്ടീഷൻ വെച്ചിട്ട് 80യും 40യും വന്നാൽ അടുത്ത് എന്തായേ പറ്റത്തുള്ളൂ? 60 വരണം. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പൊ അല്ലെങ്കിൽ ഇവിടെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി വന്നാൽ മൂന്നാമത്തെ ആംഗിൾ സ്വാഭാവികമായിട്ട് ഈക്വൽ ആവണ്ടേ? കാര്യം ഈക്വൽ ട്രയാംഗിൾസ് ആണ്. അതുപോലെ ഇവിടെ ആണെങ്കിലോ 6 ഓപ്പോസിറ്റ് ഇവിടെ 6 ഇതാണ്, ഇവിടെ 6 ഇതാണ്. 6 ഓപ്പോസിറ്റ് അപ്പൊ ഇവിടെ എത്ര വരേണ്ടത്? ഇവിടെ 80 ആണെങ്കിൽ ഇവിടെയും 6 ഓപ്പോസിറ്റ് ഇവിടെ 80 വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 80യും 60 ആയി. പിന്നെ വരാനുള്ള ഏതാ? 40 ഡിഗ്രി അല്ലേ? അങ്ങനെ നമുക്ക് എഴുതാം. അത്രയും കണ്ടീഷൻസ് ആണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനകത്ത് ഇക്വാലിറ്റി വേണമെങ്കിലും എന്ത് ചെയ്യാം? ഫിഗറിനകത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിലും ഇക്വാലിറ്റി എഴുതി ചെയ്യാം. ഓക്കെ, അതിനകത്ത് നമ്മൾ 80 കണ്ടുപിടിച്ചത് ആ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ടാണെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇത്രയായിരുന്നു നമുക്ക് അതിന്റെ തന്നെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ. ഇനി ഇതിന് ഒരു പാർട്ട് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദ ക്വാഡ്രിലാറ്ററൽസ്? ആ ക്വാഡ്രിലാറ്ററൽസ് ഞാൻ പറയാം. അത് നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ഏതൊക്കെയായിരുന്നു? AMCD, അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? MBCD. ഇങ്ങനെ രണ്ട് ക്വാഡ്രിലാറ്ററൽ AMCD, MBCD ഇങ്ങനെ രണ്ട് ക്വാഡ്രിലാറ്ററൽസ്. തൽക്കാലം ഞാൻ ആംഗിൾസ് രണ്ട് രീതിയിൽ പറയാം. ആംഗിൾസിന്റെ കണ്ടീഷൻ വെച്ചിട്ട് വേണമെങ്കിൽ പറയാം, സൈഡ്സ് വെച്ചിട്ട് വേണമെങ്കിലും പറയാം. ഓക്കെ ആണല്ലോ? അപ്പൊ അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ സൈഡ്സ് ആയിരിക്കും. കാര്യം ആംഗിൾസ് വെച്ചിട്ട് പിന്നെ പാരലൽ എന്ന് പറഞ്ഞ് അത് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചെയ്തതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾസ് കണ്ടീഷൻ ഓൾറെഡി AMഉം CDയും ഇപ്പൊ പാരലൽ ആണെന്ന് കിട്ടും. ഒന്നെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ ഓക്കെ എന്തായാലും കണക്കാണ്. ഓക്കെ, ഞാൻ ഈ രണ്ട് സൈഡ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ഓൾറെഡി ഇൻ ട്രയാംഗിൾ അല്ല, നമ്മുടെ ആ ക്വാഡ്രിലാറ്ററൽ നോക്കുക. ക്വാഡ്രിലാറ്ററൽ AMCD എടുക്കുന്നു. അവിടെ ഓൾറെഡി AM ഈക്വൽ ടു CD ആണ് അല്ലെ? AM 6 ആണ്, CDയും 6 ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഇവിടുത്തെ AD ഇവിടുത്തെ CMന് ഈക്വൽ ആവത്തില്ലേ? എങ്ങനെയാ AD CMന് ഈക്വൽ ആവുന്നേ? നമ്മൾ എഴുതി വന്നപ്പോ കണ്ടായിരുന്നു. ഈ ആംഗിൾസും ഈ ആംഗിൾസും ഈക്വൽ ആയിട്ടാണ് നമ്മൾ എഴുതിയത് അല്ലെ? രണ്ടും എത്രയായിരുന്നു? 60 വീതമല്ലായിരുന്നു. ഇതും 60 ആയിരുന്നു, ഇതും 60 എന്നാണ് നമ്മൾ എഴുതിയത് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് ഓപ്പോസിറ്റുള്ള ഈ സൈഡും ഇതിന് ഓപ്പോസിറ്റുള്ള ഈ സൈഡും അപ്പൊ എന്തായിട്ട് വരണം? ഈക്വൽ ആയിട്ട് വരണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? AD ഈക്വൽ ടു CM. അതിന്റെ റീസൺ എന്തുവാ? ഈക്വൽ സൈഡ്സ് ഇൻ ഈക്വൽ ട്രയാംഗിൾ. ഈക്വൽ ട്രയാംഗിളിലെ ഈക്വൽ സൈഡ്സ് ആണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാല് ആ ക്വാഡ്രിലാറ്ററിനെ സംബന്ധിച്ചിട്ട് അതിന്റെ നോക്കി ഓപ്പോസിറ്റ് വൺ പെയർ ഓപ്പോസിറ്റ് സൈഡാണ് AMഉം CDയും. അത് ഈക്വൽ ആണ്. അടുത്ത പെയർ ഓപ്പോസിറ്റ്സ് നമുക്ക് ക്വാഡ്രിലാറ്ററൽ ഏതാണെന്ന് പിടികിട്ടിയോ? ഞാൻ തൽക്കാലം ഇത്രയും മാറ്റി നിർത്തി. ഇതാണേ ക്വാഡ്രിലാറ്ററൽ. അവിടെ ഇതും ഇതും എന്തായിട്ട് വന്നു? ഈക്വൽ ആയിട്ട് വന്നു. ഇനി നോക്കി ADയും CMഉം അടുത്ത ഓപ്പോസിറ്റ് സൈഡ്സ് അതും എന്താണ്? ഈക്വൽ ആണ്. ടു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഒരു ക്വാഡ്രിലാറ്ററലിന് ഈക്വൽ ആണെങ്കിൽ അത് എന്തുവാന്നാ പറഞ്ഞേക്കുന്നേ? പാരലോഗ്രാം അല്ലയോ? Therefore AMCD is a parallelogram.
അല്ലെങ്കിൽ എഴുതിയേക്കാം AMCD quadrilateral AMCD is a AMCD പാരലോഗ്രാം ആണെന്ന് കിട്ടി. സെയിം കൺസെപ്റ്റ് നമുക്ക് എവിടെയും ഉപയോഗിക്കാം, അതാണ്ട് ഇവിടെയും ഉപയോഗിക്കാം. അടുത്ത ക്വാഡ്രിലാറ്ററൽ നോക്കുന്നു. ഏതായിരുന്നു ക്വാഡ്രിലാറ്ററൽ? അവര് പറഞ്ഞിരിക്കുന്നത് MBCD ആണ്. MBCD എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ നമുക്ക് കിട്ടും. അവിടുത്തെ BM ഈക്വൽ ടു CD ആണ്. കാര്യം രണ്ടും എത്രയാണ്? 6 സെന്റിമീറ്റർ. നമ്മൾ ആദ്യമേ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാവുന്നത് ഈക്വൽ ട്രയാംഗിൾസിലെ ഈക്വൽ സൈഡ്സ് ഉള്ള രീതിയിൽ ഇവിടുത്തെ BC ഈക്വൽ ടു MD ആണ്. BC MD ഈക്വൽ ആണ്. റീസൺ എന്ത് തന്നെയാ? അത് തന്നെ, ഈക്വൽ സൈഡ്സ് ഇൻ ഈക്വൽ ട്രയാംഗിൾ. ഓക്കെ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെയും ഓപ്പോസിറ്റ് സൈഡ്സുകൾ ഈക്വൽ ആയിട്ട് വന്നു. therefore MBCD is a പാരലോഗ്രാം. ഓക്കെ ആണല്ലോ. MBCD അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞ ആ രണ്ട് സ്പെഷ്യൽ രണ്ട് ക്വാഡ്രിലാറ്ററലിലും എന്ത് സ്പെഷ്യാലിറ്റി ഉള്ളത്? ആ രണ്ട് ക്വാഡ്രിലാറ്ററലിലും എന്താണ്? പാരലോഗ്രാംസ് ആണ്. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് സെക്ഷൻ. ഇതോടുകൂടി ആ സെക്ഷൻ അവസാനിക്കുകയാണ്. നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എക്സ്പ്ലനേഷനകത്ത് ഇനി എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി. അപ്പൊ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ വലുതും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തേക്കാം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി വിശ്വസിക്കുന്നു. അപ്പം ഇനി ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.